പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി കപ്പയും ചമ്മന്തിയും കട്ടൻ ചായയും കുക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഈ റോഡിലൂടെ പോയിക്കാണ്. ഏകദേശം എവിടെയാണെന്ന് അറിയില്ല, ഏതെങ്കിലും ഒരു കുന്നിൽ നമ്മൾ നിർത്തും. അപ്പുറവും ഇപ്പുറവും വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ റോഡ് വളരെ മോശമാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഏരിയ ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം ഏകദേശം ടൂറിസ്റ്റുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോ എന്ന് നമുക്ക് ആലോചിക്കേണ്ട ഒരു ഘടകമാണ്. നമ്മളെന്താ വിചാരിച്ചാലോ, രാവിലെ എണീറ്റ് ഞാനും സമീറയുമായി വന്നപ്പോണ്ട് എല്ലാ കാലേ കിടക്കുന്ന നല്ല ആംബിയൻസ്. അപ്പൊ നമുക്ക് അടിച്ചാ ഇത് കുഴപ്പമില്ലല്ലോ, ഇവിടെ ഒന്ന് കുക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പൊ വന്ന് നോക്കിയപ്പം വണ്ടികളും നമ്മുടെ സുഹൃത്തുക്കളും ടൂറിസ്റ്റുകളും എല്ലാം ഇവിടെ തിങ്ങി എല്ലാവരും നിൽക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ചുറ്റുഭാഗം കുന്നാണ്. അപ്പോൾ സമീർ ഇതേ പതിവ് പോലെ അടുപ്പ് റെഡിയാക്കാൻ വേണ്ടി വിറകൊക്കെ എടുത്ത് വരുന്നുണ്ട്. സാധനങ്ങളെല്ലാം എടുത്ത് നമുക്ക് ആ കുന്നിൻ്റെ മുകളിൽ പോയി കണ്ട് നമുക്ക് പതിവ് പോലെ കുന്നിൻ മുകളിൽ കുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ സാധനങ്ങളും സെറ്റാണ്. ജാസറിൻ്റെ കയ്യിൽ ഇതേ പൂളയുണ്ട്, പഴമുണ്ട്, കട്ടിംഗ് ബോർഡ് ഉണ്ട്, വെള്ളമുണ്ട്. സമീറിൻ്റെ കയ്യിൽ മറ്റു ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതേ നമ്മൾ അതിൻ്റെ മുകളിലാട്ടോ പോകുന്നത്. അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഉച്ച സമയമാണ്, 11:30 ആയിട്ടുണ്ട്. എന്നാലും കാറ്റിനൊരു കുറവില്ല, തണുപ്പിനൊരു കുറവില്ല. അടിച്ച് പൊളിച്ച് നമുക്ക് മുകളിൽ പോയിട്ട് കുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ആരും വരില്ല എന്ന് വിചാരിക്കുന്നു. ഞാനെങ്കിലും വന്നാൽ തന്നെ നമുക്ക് അവരെയും കൂട്ടാം. ഇവിടെ ഈ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്പോട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി. ആൾക്കാർ കൊണ്ടുവരാതെ ഈ കുപ്പികളും ഇതൊന്നും ഒരിക്കലും ഇവിടെ വരില്ല. പ്ലാസ്റ്റിക് കവറുകൾ, അങ്ങനത്തെ കച്ചറ സാധനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത കോലത്തിലാക്കിയിരുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നിർബന്ധമായും നമ്മൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ലെങ്കിൽ വേറെ എന്ത് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, എന്ത് ഐറ്റംസ് ആയാലും നമ്മൾ തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് കൊണ്ടുപോകണം. നമുക്കത് പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത നമ്മൾ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ സുഹൃത്തുക്കളെ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് മലബാരീസിൻ്റെ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മൾ കുക്ക് ചെയ്യും, കുക്ക് ചെയ്ത സ്ഥലം അത് കുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നാത്ത വിധം അത് ക്ലീൻ ആക്കി ഇടും. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എവിടെ പോയി കുക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ പരിസരത്ത് തന്നെ നമുക്ക് അടുപ്പുണ്ടാക്കാനുള്ള കല്ലുകൾ, നമുക്ക് യോജിച്ച കല്ലുകൾ കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കുക്ക് ചെയ്തതിന് ശേഷം ആ കല്ല് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആവും. പരിസരം നല്ലോണം നിരീക്ഷിക്കുക. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സമീർ വീണ്ടും അടുപ്പുണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളെ സമീർ അടുപ്പിൻ്റെ ഒരു വിദഗ്ധയാണ്. എന്ത് രീതിയിൽ അടുപ്പുണ്ടാക്കും. ഇവിടുത്തെ സുഹൃത്തുക്കൾ എനിക്ക് കാണാൻ കരിങ്കല്ലാണ്. അപ്പോൾ ഏത് കല്ല് കിട്ടിയാലും എന്ത് സംഭവം കിട്ടിയാലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലും സമീർ അടുപ്പ് റെഡിയാക്കിയിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു കോൺഫിഡൻസ് എവിടെ പോയി കുക്ക് ചെയ്യാൻ സമീർ ഉള്ളിടത്തോളം കാലം നമുക്ക് സാധിക്കും. നമ്മൾ ഇവിടെ വെച്ച് നമ്മളെ കപ്പയും പിന്നെന്താ ഉണ്ടാക്കുന്ന സുഹൃത്തുക്കളെ? ചമ്മന്തി, കട്ടൻ ചായ. എന്ത് ചമ്മന്തി? അതൊരു പ്രത്യേകതരം ചമ്മന്തിയാണ്. കാണാം നമുക്ക്. അവസാനമായിട്ട് നമ്മൾ കുക്ക് ചെയ്തത് ഷെയർ ഹോസ്റ്റലിൽ വെച്ചാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ നമുക്കൊന്ന് കഴുകാം. കുക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളെ പരിപാടി തുടങ്ങാം. കപ്പ ക്ലീൻ ആക്കാം. കപ്പയുടെ തോലൊക്കെ ഒന്ന് കളയേണ്ടതുണ്ട്. നമ്മൾ നല്ല കപ്പയാണെന്നാണ് കടയിൽ നിന്ന് വാങ്ങിയപ്പം പറഞ്ഞത്. 3 കപ്പയുണ്ട്. ഇത് മുഴുവൻ നമ്മൾ കഴിക്കണോ? തീർച്ചയായും കഴിക്കൂലേ? അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാം. അതിന് ആദ്യം തോല് കളയണം. നമ്മളെ പൂള ഒരു വിധം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഈ കവറിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തിട്ട് വേണം ഇത് പുഴുങ്ങിയെടുക്കാൻ. അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ ഞാനത് സെറ്റാക്കാം അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ പൂള കട്ട് ചെയ്യാം. ആ സമയത്ത് സമീർ അടുപ്പ് സെറ്റാക്കും എന്നാണ് പറയുന്നത്. ശരിക്കും ഇങ്ങനെയാണ് എടുക്കൽ. പക്ഷേ നമുക്ക് ശരിക്കും വലിയ കത്തിയായിരുന്നു വേണ്ടിയിരുന്നത്. വലിയ കത്തി നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളുള്ള കത്തി വെച്ചങ്ങ് ഇതുപോലെ അങ്ങ് വെട്ടിക്കളയാണ്. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ കുക്കിംഗ് ചെയ്ത് ഓരോ സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങി കുക്ക് ചെയ്തപ്പം ആ ഒരു പച്ചപ്പ് നിറഞ്ഞ കായലൊക്കെ ആയിരുന്നു അടുത്ത് അവിടെ ഇവിടെയൊക്കെ. അതുപോലെ നമ്മൾ പിന്നെ മൂന്നാറിൽ കുക്ക് ചെയ്തപ്പോൾ തേയിലത്തോട്ടങ്ങളായിരുന്നു ചുറ്റുപാടും. ഇവിടെ കുക്ക് ചെയ്തപ്പോൾ എല്ലാം നല്ല നല്ല കുന്നുകൾ, മൊട്ട കുന്നുകളായിട്ട് എന്താ പറയുക, ഒരു രക്ഷയില്ല. ഒരുപാട് കുന്നുകൾ നിരന്ന് കിടക്കുകയാണ്. പിന്നെ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ്, നല്ല അന്തരീക്ഷം, അതാണ് മെയിൻ. അതായത് കട്ട് ചെയ്തിട്ടുണ്ട്. പൂള ചെറുതാക്കണോ? അതായത് ഈ സൈസ് മതിയോ? ഇതിന് 4 കഷ്ണമൊക്കെ
ഇതിനെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങനാണോ? വേവാൻ നല്ലതല്ലേ? ഒന്ന് ചെറുതാവണേ. അടുപ്പ് റെഡിയായ പൂള അവിടെ വെക്കും. ഇനി ബാക്കി സമീറിന്റെ കയ്യിലാണ്. ഭയങ്കര കാറ്റാണ്, കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ കത്തിക്കും, കുറേ ഇല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റിൻ്റെ ആ ഒരു സ്ട്രോങ് നമുക്ക് കുറയേണ്ടതുണ്ട്, അല്ലാതെ കത്തിക്കാൻ കഴിയില്ല. നമുക്ക് ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് വെക്കാൻ കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കത്തിക്കാനും. പക്ഷേ നമ്മൾ കുമ്പളങ്ങി ചെയ്ത പോലെ അല്ലേ, അതിനിവിടെ ഒരു സൗകര്യമല്ല. അപ്പം എന്തായാലും നോക്കാം. കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരു കോയലുണ്ടെങ്കിൽ ഊതി കൊടുക്കായിരുന്നു, അതുമില്ല. വെറുതെ ഇരിക്കണം നേരം എന്തില്ലേ, കുറച്ച് വിറക് കുറുക്കി കൂടാ. ഞാൻ കാറ്റ് തടുക്കായിരുന്നു. വിറക് ഇവിടെ ഉണ്ടോ? ചെറിയ ചുള്ളികൾ, ചുള്ളി സാധനം പെട്ടെന്ന് കത്തിരി പിടിക്കണം. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ തീ ഇവിടെ കത്തിരിക്കാണ്. അത് നമ്മളിത് നേരെ വെക്കാൻ പോവാണ്. നമുക്ക് വേവോളം നമുക്ക് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കൾ, അത് കത്തിക്കാൻ നമ്മൾ കുറച്ച് പണിയെടുത്തു. കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല കാറ്റായിരുന്നു. അപ്പോൾ ഈ കാറ്റിന് ബ്ലോക്കായിട്ട് നമ്മൾ ഈ ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ കുഴപ്പമില്ലാതെ കത്തുന്നുണ്ട്, എന്നാലും ഉഷാറായിട്ട് കത്തുന്നില്ല. കാറ്റിൻ്റെ ഒരു പ്രശ്നം നല്ലോണം ഉണ്ട്. അങ്ങനെ നമ്മുടെ പൂള അല്ലെങ്കിൽ കപ്പ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വേവും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. വെന്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതൊന്ന് വേവാൻ കുറച്ച് സമയം തന്നെ എടുക്കും സുഹൃത്തുക്കളെ. സമീർ ഇതിന്മേൽ കുറേ നേരമായി കളിക്കുന്നു. വിറക് അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു, അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു. സമീർ ഉണ്ടായതുകൊണ്ട് നമ്മൾ കരുതിയ പോലെ ഒന്നും കത്തൂല. കാറ്റത്ത് കത്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും. എന്നാലും ഇത് തിളക്കണ്ടല്ലോ ഇപ്പോൾ. അതെ, തിളക്കുന്നൊക്കെ കാണാം. അതായത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ പൂള ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂളയോടൊപ്പം കഴിക്കാൻ നല്ലൊരു കിടിലൻ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുകയാണ്. കുറച്ച് ചീരുള്ളിയും പച്ചമുളകും ചുവന്ന മുളകൊക്കെ എടുത്തിട്ട് നല്ല കിടിലൻ ചമ്മന്തി നമ്മളിപ്പോൾ തയ്യാറാക്കുന്നതായിരിക്കും. നമ്മൾ മുളകും ചെറിയുള്ളിയും ഇതെല്ലാം കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അടിപൊളി കിടിലൻ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ കല്ല് നമ്മൾ കഴുകിയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ കുത്തിയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമ്മളെ ചെറിയുള്ളി കുത്തി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ കപ്പൊക്കെ റെഡിയാക്കി. ഇപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് ഏകദേശം ചായൻ്റെ വെള്ളം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്, തിളക്കൽ തുടങ്ങാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പ പുഴുങ്ങിയത് റെഡിയാണ്. ചായയും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നല്ല ഒരു സ്ഥലത്തിരുന്നിട്ട് അടിപൊളിയായിട്ട് ഇത് മുഴുവൻ കഴിച്ചു തീർക്കുന്നതാണ്. ചീരുള്ളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ മുളകും ചതച്ച് ചീരുള്ളിയും ചതച്ച് ഇതിന്മേ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് നല്ല കിടിലൻ ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടോ, രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ആകെ 2 ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് പൂളയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കഴിക്കാം. ഏകദേശം കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്, പൂളി റെഡി ആയിട്ടുണ്ട്, നമ്മളെ ചമ്മന്തിയും അവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിക്ക് 2 കാര്യങ്ങളും കൂടി ചേർക്കാനുള്ളൂ. അപ്പോൾ ചായ വെള്ളം തിളച്ചപ്പോൾ ചായ നമുക്ക് റെഡിയാക്കാമെന്ന് കരുതി. അടിപൊളി, ഒന്നും പറയാനില്ല. നമുക്കൊരു സുഹൃത്തോടെ വന്നിട്ടുണ്ട്. ഇത് എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല. ഇന്നലെ രാത്രി വരെ ഞാൻ ശ്രദ്ധിച്ചു. പശുക്കളെ വെറുതെ അയച്ചു വിട്ടിക്കാണ്. ഇവിടെ ഒരുപാട് പശുക്കൾ ഈ ഏരിയയിൽ കൂടെ അങ്ങനെ കയറ് പോലും ഇല്ലാതെ മേഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓണേഴ്സ് ആരാണെന്നുള്ളതൊന്നും അറിയില്ല. നമുക്ക് അന്വേഷിക്കണം അത് എന്താണ് സംഭവം എന്നുള്ളത്. നമ്മളിതേ വെളുത്തുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സംഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂള ഇവിടെ റെഡിയാണ്, നമ്മുടെ ചമ്മന്തി റെഡിയാണ്. ഇത് കട്ടൻ ചായ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റായിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലഞ്ച്. നമുക്ക് കുറച്ച് കട്ടൻ ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഈ ഒരു തണുപ്പത്ത് നല്ല അന്തരീക്ഷത്തിൽ ആദ്യത്തെ കട്ടൻ സിപ്പ്. ബിസ്മില്ലാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ പൂളയും ചമ്മന്തിയും ചായയൊക്കെ കുടിച്ച് നല്ല റിലാക്സ് മൂഡിൽ റാഹത്തായി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോകണം. അവിടെ വെച്ച് നമുക്ക് ഇതിലും കിടിലമായ ഓരോ ദിവസവും വ്യത്യസ്തമായ കണ്ടന്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.